ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ വടകര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് ഫൗസിയാനെ കാണാനാണ്. പറ്റിയൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഫൗസിയാൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ മരണപ്പെട്ടതാണ്. അപ്പോൾ ഒറ്റക്കാണ് ഈ വീട്ടിൽ താമസം. ഈ വീട് എന്ന് പറഞ്ഞാൽ പണയ വീടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം കൂടെ നിൽക്കണം, ഷെയർ ചെയ്യണം. പറ്റിയൊരു വരനെ നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം കേട്ടോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് ചോദിക്കാം. അപ്പോൾ ഇതാണ് ഫൗസിയ. എന്തൊക്കെ വിശേഷം? സുഖം. അപ്പോൾ ഡിവോഴ്സ് ആയതാണ് അല്ലേ? ഡിവോഴ്സിന്റെ കാര്യങ്ങൾ അങ്ങനെ നീക്കൊണ്ടിരിക്കുകയാണ്. ഭർത്താവിനെ കിട്ടിയാൽ പെട്ടെന്ന് നീക്കുന്നുള്ളത്, പിന്നെ മറ്റേ നമുക്ക് താങ്ങാൻ പറ്റൂല, ടെൻഷനായി പോലെ കുത്തിരിക്കേണ്ടി വരൂല. അതെ. അപ്പോ കല്യാണം റെഡി ആയാലും ബാക്കി കാര്യങ്ങൾ കൂടി പെട്ടെന്ന് ഫാസ്റ്റ് ആക്കൂല്ലേ? ഇപ്പൊ അതിന്റെ പ്രോസസ്സിങ്ങിലാണ് ഉള്ളത്. നിങ്ങള് പിന്നെ രണ്ടാമത്തെ വിവാഹനല്ലേ ഇത് ഡിവോഴ്സ് ആയത്? ഈ ഭർത്താവിനെ വല്ലാണ്ട് സ്നേഹിച്ചിട്ട് വല്ലാണ്ട് വെള്ളമഴിച്ചിട്ട് വല്ലാണ്ട് അക്രമമായിട്ട് ഞാൻ ഓൻ തന്നെ പിടിച്ചതാ. ഞാനായിട്ട് ഓരോ ഒഴിവാക്കിക്കില്ല. ഞാൻ ഓരോ നന്നാക്കാൻ വേണ്ടി കുറെ ശ്രമിച്ചു നോക്കി. ഇപ്പൊ പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടും ചൊല്ലിയിട്ട് അടിയും കുത്തെല്ലാം കൊണ്ടുകൊണ്ടത് മതിയാക്കിയാരാ ഓൻ തന്നെ എൻ്റെ പഠിച്ചവൻ എൻ്റെ കൂടെ ഉള്ളവരെ കൊണ്ട് ഓൻ തന്നെ പോയതാ. ലാസ്റ്റ് 50 നമ്പറും തന്നു പോയ പോക്ക്. ആദ്യത്തെന്ന് വെച്ചാല് 18 വയസ്സിൽ കല്യാണം കഴിച്ച ആങ്ങളാറെല്ലാം കൂടി ഭാര്യയും മക്കളും ഉള്ളതിനെടുത്താന്നതാ. അപ്പോ എനിക്ക് ബുദ്ധിയില്ലാത്ത സമയനും. അപ്പോൾ അത് ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ച് ഫസ്റ്റ് ചെന്ന് പിന്നെ നമുക്ക് ജീവിതം എന്തെന്ന് അറിയാൻ പറ്റത്തില്ലല്ലോ. ഭാര്യയുള്ള ഇതിനും അങ്ങനെ അത് വേണ്ടാന്ന് വെച്ച് അത് അങ്ങനെ പോയി. ഇപ്പൊ ഇതെനിക്ക് ബുദ്ധി ഓർമ്മ വെച്ചാൽ കല്യാണമായിട്ട് കുറച്ച് നിന്ന് കുറെ സഹിച്ചു നിന്ന്. ഇത് എത്ര വർഷം? ഇത് കല്യാണം കഴിച്ചിട്ടും പിന്നെ ഇതിപ്പോ 3 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട്. കല്യാണം കഴിച്ചിട്ട് എൻ്റെ അടുത്തിട്ട് 3 മാസം എൻ്റെ കൂടെ നിന്നിക്കുള്ളൂ. ആദ്യത്തെ തീരെ നിന്നിക്കില്ല. പേരിൽ 2 കല്യാണം കഴിച്ചിരിക്കുന്നേ ഉള്ളൂ. ജീവിതം എന്തെന്നാന്ന് അറിയില്ല. ഉമ്മാന്റെ തണര് കിട്ടിയിക്കില്ല, ഉപ്പാന്റെ തണര് കിട്ടിയിക്കില്ല. ആങ്ങളാറ്. എത്ര വയസ്സുണ്ട്? എനിക്ക് 45 വയസ്സ്. 45 അല്ലേ? അതെ. അപ്പൊ നിങ്ങള് ജോലിക്ക് എന്താ പോകുന്നുണ്ടോ? ജോലിക്ക് അത്യാവശ്യം പിന്നെ ജോലി പൈസ ആയിട്ട് പോയിക്കില്ല. ഇങ്ങനെ നമ്മളെ ഫ്രണ്ടിന്റെ കൂടെ ജീവിച്ച് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കലും ഇതാക്കലും നല്ല കമ്പനി ആയിട്ട് അത് ഇപ്പനും നടന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ഭക്ഷണം ഉണ്ടാക്കല് പൈസക്ക് വേണ്ടിട്ട് ഇതുവരെ ജീവിച്ചിട്ടില്ല. അതെ. ഭക്ഷണം ഉണ്ടാക്കല് എങ്ങനെ? ബിരിയാണി എല്ലാ ഐറ്റംസും ഉണ്ടാക്കി വിൽക്കല്ല. ഞാൻ കൂടെ നിൽക്കാന്നല്ലാണ്ട് ഒരു പൈസ ഒന്നും തരുമല്ല. എനിക്കൊരു സമാധാനം കിട്ടേണ്ടിട്ട് ഓരോ കൂടെ ഇന്നും വിളിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. ഒരു ഒറ്റക്കടക്ക് എടുക്കണ്ട പിടിക്കണ്ടെന്ന്. ഞാൻ വിചാരിച്ചു ഇനി പഠിച്ചവനോട് എടുക്കട്ടെ, എന്നാലും എന്തെങ്കിലും ഒരു വഴി കാണുമല്ലോ എന്ന് ചൊല്ലിയിട്ട് നിസ്കരിക്കാൻ മാത്രമേ എടുത്ത വീടായത്. ഇനി എനിക്ക് കിട്ടുന്ന ഭർത്താവ് എനിക്ക് ദുഃഖം എന്തെന്നാന്ന് ഞാൻ അറിഞ്ഞില്ല. ഭർത്താവിന് സുഖവും ജീവിതം എന്തെന്നാന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. സ്നേഹം തിന്ന ഓരോരുത്തരും പറയും എന്നോട് നല്ലോണം നിൽക്കായിട്ടാണ്. ഞാൻ നിന്ന പോലെ ഒരു കുട്ടി നിന്നിട്ടുണ്ടാവില്ല, പൈസ ഇല്ലാണ്ട് നിന്നതാ. ഇനി എന്നെ കിട്ടുന്നത് എന്നെപ്പോലത്തെ ഒരു ഭർത്താവല്ല, ഒരു കഴിവും ഇതിലുള്ള എന്നെ പോറ്റുന്ന ഒരു ഭർത്താവിനാ. എല്ലായിടത്തിനും വിഷമത്തിനും ഓൻ്റെ വിഷമത്തിന് ഞാനും എൻ്റെ വിഷമത്തിനും ഓനും. ഇനി ജീവിതം കൊണ്ട് കളിപ്പിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. ദൂരം പ്രശ്നമുണ്ടോ? ദൂരാന്ന് വെച്ചാൽ കോഴിക്കോട്, തലശ്ശേരി, കൊയിലാണ്ടി ഇങ്ങനെ കണ്ട സ്ഥലങ്ങളെല്ലാം എനിക്ക് പറ്റും. മലപ്പുറം ജില്ല അങ്ങോട്ടൊക്കെ? മലപ്പുറം ജില്ലയിൽ നമുക്ക് അന്വേഷിക്കാനും പിടിക്കാനൊന്നും ആളുണ്ടാ? കുഴപ്പമില്ല. നമ്മളെ സ്നേഹിക്കുന്നതും ഇതാക്കുന്ന ഒരാളെങ്ങനെ നമുക്ക് അവിടെ ദൂരം വരുന്നില്ലല്ലോ. അതെ. മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും മാക്സിമം നമ്മളൊരു തലശ്ശേരി വരെ അല്ലേ, അതായത് കണ്ണൂർ ജില്ലേൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഒക്കെ അല്ലേ, മാഹി തലശ്ശേരി ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ മാക്സിമം നല്ലൊരാൾ വരട്ടെ. പിന്നെ കിട്ടുന്ന ഭർത്താവ് എന്ന് വെച്ചാൽ ഭാര്യ ഒഴിവാക്കിയനെ വേണ്ട. മരിച്ചു പോയന. അതുപോലെ കെട്ടാത്തൊരുത്തനെയും വേണ്ട. എന്താ വെച്ചാൽ കെട്ടാത്തോന് സമയം കഴിഞ്ഞ് കെട്ടാത്തതിന് കാരണം ഉണ്ടാവും. ഭാര്യ ഒഴിവാക്കിയത് ഒരു ഭാര്യയും മാറും, ഭർത്താവിനെ ഒഴിവാക്കൂല. എന്നുവെച്ചാൽ എന്തെങ്കിലും ഇടങ്ങാറുള്ളതിനെ കൊണ്ടായിരിക്കും മക്കളെല്ലായിട്ട് ഒഴിവാക്കിയത്. അപ്പോൾ അങ്ങനത്തെ പോലെ എനിക്ക് വേണ്ട. ഭാര്യ മരിച്ചത് മക്കൾ എനിക്ക് വിഷയമല്ല. മക്കളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഠിച്ചവൻ എനിക്ക് മക്കളെ തരാത്തത് ഒരു ഭാഗ്യം. അതെ, തീർച്ചയായിട്ടും. ഭാര്യ മരിച്ച പോലെ നമുക്ക് വേണ്ടുള്ളൂ അല്ലേ? മക്കളായാലും ഇല്ല, മക്കളുള്ളത് നമ്മൾ സ്വീകരിക്കും. എനിക്ക് മക്കളെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഈ ഇടവലക്കത്തുള്ള മക്കളെ കാണുന്നില്ല എൻ്റെ അടുത്ത് വാങ്ങി വരുന്നത്. അതാ ഒരു പറഞ്ഞ ബൈക്ക് പുരടുത്തിട്ട് ആരും കുട്ടികൾ വന്നിക്കില്ല. ഇനി വർത്തരാൻ വന്നത്. അതെ. എത്ര വയസ്സ് വരെ പറ്റുമോ നിങ്ങൾക്കിപ്പോ? 45 ആയത്. എത്ര വയസ്സ് വരെ നോക്കാം? ഒരു 50 വയസ്സ്. 50-52 മാക്സിമം. ഒരു പൈസയിലുണ്ടെങ്കിൽ നമുക്ക് പൈസ വരങ്ങ് താവുമല്ല. അതെ. കഴിവുള്ള ഒരാളാണെങ്കിൽ വലിയ ആരോഗ്യം അല്ലേ, നമ്മളൊരു മറ്റുള്ള വാക്ക് പോകുന്നില്ല. അതെ തീർച്ചയായും നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ അവസ്ഥ വന്നത്. അതെ. രണ്ടാമത് ഇപ്പൊ കല്യാണം കഴിച്ച ആളെ അതെ നല്ല സൗന്ദര്യമൊക്കെ ഉള്ള ആളേനും പക്ഷെ ഭയങ്കര വെള്ളടിയായി പോയി. വെള്ളടിച്ചാലും ഒരാൾ പറഞ്ഞ വിശ്വസിക്കും. വെള്ളം അടിച്ചാൽ ചൊത്തിയാ. അതെ.
നമുക്ക് വെള്ളം അടിച്ചിട്ടില്ലെങ്കിലും നല്ലതല്ല. പക്ക പറഞ്ഞിട്ട് എന്താ പുര കൂടി ചിന്തയില്ല എന്ന് വെച്ചാൽ നമ്മൾ യാത്രയാ പകലാന്നുള്ള ചിന്തയില്ല. അതെ, അത് വേണമല്ലോ. തീർച്ചയായും. ഞാൻ പോയടത്ത് നല്ല തിരിച്ചു വരും. അത് അവർക്ക് ചോറ് കൊടുത്തിക്കില്ല, അല്ല ചായ കൊടുക്കില്ല. അതേ സ്നേഹം ഞമ്മക്ക് തിരിച്ചു പോയടത്ത് നിന്ന് കിട്ടുന്നില്ല. അതെ. അപ്പോൾ ഇത് നിങ്ങളെ പണയ വീടാണല്ലേ? നിങ്ങൾക്ക് സ്വന്തം വീട് അങ്ങനെ ഇല്ലായിരുന്നു അല്ലേ? നമ്മളിങ്ങനെ വാടകയ്ക്ക് ഇങ്ങനെ നിന്ന് വന്നതായിരുന്നു അല്ലേ? അത് ശരി. അപ്പോൾ ഇപ്പോൾ എവിടെയാണെങ്കിലും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകാൻ നമ്മൾ റെഡിയാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പണയ വീടൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് അല്ലേ? ആ സാധനമൊക്കെ ഉണ്ട് ഇവിടെ, സാധനങ്ങളൊക്കെ ഉണ്ട്. ഒഴിവാക്കണം എന്നില്ല, നമ്മളൊരു ഐഡിയ പോലെ ചെയ്യാം. എന്തായാലും ആ കല്യാണം കഴിച്ച് പോകാനൊക്കെ റെഡിയാണ് കേട്ടോ. പണയ വീട് പണയ തന്നെ ആയിക്കോട്ടെ, വെക്കാൻ സാധനം നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ലാലോ. അതെ അതെ അതെ. നമുക്ക് അടുത്ത നിൽപ്പും എങ്ങനെ, അടുത്ത അവസ്ഥ എങ്ങനെ, മക്കളെങ്ങനെയാന്ന് പറയാൻ പറ്റൂലോ. അതെ അതെ. അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ച് നോക്കിയിട്ട് പോവാം. ആളുകൾ വിളിക്കട്ടെ തീർച്ചയായിട്ടും, അതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പാടിലൂടെയൊക്കെ കടന്നു വന്നതാണ്. ഒരുപാട് ജോലികൾ ഗൾഫിലും ഒക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്തിരുന്നു അല്ലേ? പല വീടുകളിലും ജോലി ചെയ്തിക്കില്ല. അങ്ങനെ ഒരുപാട് ഇതിലൂടെ കടന്നു വന്നതാണ്. അപ്പോൾ ഇപ്പോൾ 45 വയസ്സായി. ഇനി ഒരു നല്ലൊരു ജീവിതം വേണം. ഈ വീഡിയോ കാണുമ്പോൾ ഒരു തമാശക്കൊന്ന് വിളിച്ചു നോക്കുക, അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്യാൻ വിളിക്കാമെന്ന് വിചാരിച്ചാൽ ആരും ഇതിൽ വിളിക്കേണ്ട. ആണുങ്ങളാണ് മെയിനായിട്ട് ഫോൺ എടുക്കുക. പിന്നെ നമ്മളെല്ലാ കോളും റെക്കോർഡ് ചെയ്യും. അനാവശ്യമായിട്ട് വിളിക്കുന്ന നമ്പർ പരസ്യമായിട്ട് വീഡിയോയിൽ പരസ്യപ്പെടുത്തും കേട്ടോ. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനത്തെ ആൾക്കാർ വിളിക്കരുത്. ജെനുവിൻ കേസുകൾ മാത്രം വിളിക്കുക. നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് ചെയ്യുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നല്ലപോലെ അന്വേഷിക്കണം കേട്ടോ. എഴുതി വെക്കുക. ഓരോന്ന് വിളിക്കുമ്പോൾ എവിടെ നിന്നാണ്, ഓരോ സ്ഥലം, പേര്, നമ്പറൊക്കെ എഴുതി വെക്കുക. പിന്നെ നമുക്ക് മനസ്സിലാവില്ല ഏതാണ് പറ്റിയത് എന്നുള്ളത്. അപ്പോൾ എഴുതി വെച്ചിട്ട് നല്ലപോലെ അന്വേഷിച്ച് ചെയ്യുക കേട്ടോ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? എങ്കിൽ തന്നെ എന്നെ നല്ലോണം മരിക്കുന്നവരെ സ്നേഹിക്കണം. എനിക്ക് എൻ്റെ ഉമ്മാരുടെ അടുത്തുനിന്ന് ഉപ്പാരുടെ അടുത്തുനിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല. അതെ. അത് തിരിച്ചായിട്ട് ഈ ഭർത്താവിൻ്റെ അടുത്തുനിന്ന് കിട്ടണം. അതെ. ഒരേ ഭാര്യ മറിച്ച് നല്ല ജീവിതം എന്ന് പറയുന്നത് കിണക്കാ എൻ്റെ ജീവിതത്തിൽ അത് കിട്ടിയിട്ടില്ല. അതെ. കഷ്ടപ്പാടിലൂടെ മാത്രമേ പണത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല കേട്ടാ. അതെ. ഒരു കിടക്കാൻ മടി. ഇന്ന് 2 കട്ടിലും കിടക്കേണ്ടിട്ട് ഇടയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പോൾ. അതെ, തീർച്ചയായും. ഇവിടെ ഈ കാണുന്ന ഈ പണയ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾ തന്നെ വാങ്ങിയതാണ് അല്ലേ? അധ്വാനിച്ച് ജോലി ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത്രയും ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ്. ഇനി ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല രീതിയിൽ പോട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ കോളുകളൊക്കെ എടുക്കുക മാക്സിമം. എല്ലാ ഫോണും എടുക്കുക ശ്രമിക്കുക, എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇൻഷാ അല്ലാ. അനാവശ്യമായിട്ട് ആരെയും വിളിക്കുകയാണെങ്കിൽ എനിക്ക് നമ്പറിങ് അയച്ചു തന്നാൽ മതി. അതുപോലെ കോളെല്ലാം റെക്കോർഡ് ചെയ്തേക്ക്. പിന്നെ അതുപോലെ വെറും ഇതാണ് ബ്ലോക്ക് ചെയ്യുക, അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഫൗസിയ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. പിന്നെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ഇതേപോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്നതും, ഭർത്താവ് ഡിവോഴ്സായിട്ടും, പിന്നെ ഉമ്മയൊക്കെ മരിച്ചിട്ടും ഒറ്റപ്പെടലും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. പക്ഷേ നമ്മുടെ ഈ മഹല്ല് കമ്മിറ്റിയും കാര്യങ്ങളൊന്നും പലരും അവരുടെ ഒന്നും കാര്യത്തിൽ നല്ല രീതിയിലുള്ളൊരു ഇടപെടൽ നടത്തുന്നില്ല. ചിലപ്പോൾ അവർക്ക് ഭക്ഷണ കിറ്റ് കൊടുക്കുന്നുണ്ടായേക്കാം, പക്ഷേ അതല്ല, അവരുടെ കല്യാണം നടത്താൻ വേണ്ട കാര്യങ്ങളും കൂടെ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. പടച്ചവൻ നമ്മൾക്ക് 5 നേരം നിസ്കരിച്ചാൽ മാത്രം തരുമെന്ന് പറഞ്ഞതല്ല സ്വർഗം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ സമൂഹത്തിൽ തന്നെ. അപ്പോൾ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ് അതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സ്ത്രീ ഉണ്ടെന്ന് തോന്നുന്നത്, അവരുടെ വിവാഹം നടത്താൻ വേണ്ടിയ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ അതും കൂടി പറയാണ്. അതേപോലെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ ഫൗസിയാൻ്റെത്. ഒറ്റക്കാണ്, ഉമ്മയും മരിച്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതാണ്. അപ്പോൾ ഓരോരു ബുദ്ധിമുട്ട് വരുന്നത്, ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒരുപാട് അലമ്പുകളുണ്ടാവും. പലരും പല രീതിയിലുള്ള, നിങ്ങൾക്ക് അറിയാലോ, അതൊരു പോരാട്ടം നിറഞ്ഞൊരു ജീവിതമായിരിക്കും. അപ്പോൾ അവർ വേറെ രീതിയിലേക്കൊന്നും ആയി പോകാണ്ട് നിൽക്കാനും അവരെ സംരക്ഷിക്കേണ്ടതൊക്കെ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഫൗസിയാൻ്റെ വീഡിയോ നല്ല രീതിയിൽ ഷെയർ ചെയ്യണം. അനാവശ്യമായിട്ട് വിളിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു ഇത് പറയാൻ നിങ്ങൾ വിചാരിക്കാനുള്ളൊരു ചാൻസ് ആയിട്ട് ഇത് എടുക്കരുത് കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ വേണ്ടിയിട്ടല്ല, അവരുടെ കല്യാണം നടക്കണം എന്നുള്ള ആത്മാർത്ഥത കൊണ്ടാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഒരു അവസരമായിട്ട് കരുതി വെറുതെ എന്നിട്ട് ഭർത്താൻ പറയാമെന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ട്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് പറയാനുള്ളത് റെക്കോർഡ് ചെയ്യൂ, നിങ്ങളുടെ നമ്പർ പബ്ലിക്കായിട്ട് ഇതിലിടൂ. അതേ നിങ്ങളോട് പറയാനുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല, നമുക്ക് അറിയാലോ. ആത്മാർത്ഥമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ നാട്ടിലോ പരിസരത്തോ നിങ്ങളുടെ കുടുംബത്തിലോ ഫൗസിയയ്ക്ക് യോജിച്ച ഒരാളുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ മാക്സിമം ഒരു 52 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരാൾ, മക്കളുള്ളതൊന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ജോലി ചെയ്ത് നോക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നല്ല സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത, ഇനിയുള്ള ജീവിതം ജോലിക്ക് പോയിട്ടും കഷ്ടപ്പെട്ടിട്ട് ജീവിക്കേണ്ടതല്ല, നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ച് പോകാനുള്ളൊരു സാഹചര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യണം. ഇത്രയും പെട്ടെന്ന് ഫൗസിയാൻ്റെ കല്യാണം നടക്കട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ.